ഹലോ പ്രിയമുള്ളവരെ, മാലയോഗത്തിൻ്റെ 65-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഹൃദയതാളത്തിൻ്റെ വേഗത കൂടി തൊണ്ട വരണ്ടു പോയതുപോലെ തോന്നിയെങ്കിലും മുഖത്തൊരു ആശ്ചര്യം പോലും അവൻ പ്രകടിപ്പിച്ചില്ല. അല്ലെങ്കിലും എന്താ ആശ്ചര്യപ്പെടാനാണ്? ഈ കണ്ടുമുട്ടൽ ഏറെ നാളായി അവൻ ആഗ്രഹിച്ചതാണ്. വിക്കി, അനുവാദം ചോദിക്കാതെ തന്നെ സമുദ്ര അവൻ്റെ മുൻപിലുള്ള കസേരയിൽ സ്ഥാനം പിടിച്ചു. എനിക്ക് വിക്കിയോട് കുറച്ച് സംസാരിക്കണം. അവൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവളുടെ നെഞ്ചിടിപ്പ് അവന് കേൾക്കാൻ പാകത്തിൽ ഉയർന്നിട്ടുണ്ട്. അവളുടെ മുഖത്ത് തന്നെ അവൻ നോക്കിയിരുന്നു. അവൻ്റെ മുഖത്തപ്പോൾ കണ്ട ഭാവം തീർത്തും അപരിചിതമായിരുന്നു. ഒരു പൊട്ടിത്തെറിയും ഗെറ്റ് ഔട്ടും പ്രതീക്ഷിച്ചിടത്ത് സൗമ്യതയാണ്. ബാങ്കിൻ്റെ വർക്കിംഗ് ടൈമിൽ ഞാൻ വിസിറ്റേഴ്സിനെ അലോ ചെയ്യാറില്ലല്ലോ. ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പുറത്ത് സ്റ്റാഫ്സ് ഉണ്ട്, അവരോട് തിരക്കാം. അതല്ല, പേഴ്സണൽ കാര്യമാണെങ്കിൽ വൈകിട്ട് 3:30 വരെ കാത്തിരിക്കേണ്ടി വരും. എങ്ങും തൊടാതെയുള്ള അവൻ്റെ സംസാരം തീർന്നതും അടുത്തുള്ള പെൻ ബോക്സിലെ പെന്നെടുത്തവൻ ഫയലുകളിലേക്ക് മുഖം തിരിച്ചു. വിക്കിക്ക് എന്നോട് ദേഷ്യമാണോ? ഇടർന്നുണ്ടായിരുന്നു അവളുടെ സ്വരം. എൻ്റെ ജോലി തടസ്സപ്പെടുത്തരുത് പ്ലീസ്. ഫയലിൽ നിന്നും മുഖമുയർത്തി അവൻ ഡോറിന് നേരെ ചൂണ്ടി. ശരി, ഞാൻ പോവാം. വൈകിട്ട് വിക്കി പറഞ്ഞ സമയത്ത് ഞാൻ ബീച്ച് റോഡിലെ കോഫി ഷോപ്പിൽ കാണും. വന്നേ പറ്റൂ. ബാഗ് ഒതുക്കി പിടിച്ച സമുദ്ര കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അവൾ പോയി കഴിഞ്ഞതും അസ്വസ്ഥതയോടെ അവൻ മുഖമുയർത്തി അടഞ്ഞു കിടക്കുന്ന വാതിലിലേക്ക് നോക്കി. വിഘ്നേഷിൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നവളെ കണ്ട് നിമിഷയുടെ കണ്ണൊന്ന് മീച്ചു പോയിരുന്നു. വൈകുന്നേരം 4 മണിയോടെ വിഘ്നേഷ് കോഫി ഷോപ്പിലെത്തി. ഇരുവരും പ്രണയിച്ചിരുന്ന കാലത്ത് മനസ്സ് തുറന്നിരുന്ന ഇടം. വിഘ്നേഷിന് അങ്ങോട്ട് പ്രവേശിക്കുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. ഈ ഇടം ശിവാംഗി പറയുമ്പോഴേ അവന് മറ്റൊരു സ്ഥലം പറയാമായിരുന്നുവെന്ന് ചിന്തിച്ചെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു അണുവിൻ്റെ രൂപത്തിൽ പോലും അവളുണ്ടെന്ന ധാരണ അവൾക്കുണ്ടാകരുതെന്ന് അവന് നിർബന്ധമായിരുന്നു. നീളത്തിലുള്ള കോഫി ഷോപ്പിൽ നിരത്തിയിട്ട ടേബിളുകളിൽ ഏറ്റവും അറ്റത്തുള്ള ടേബിളിനരികിൽ നിന്ന് തന്നെ കൈ കാണിക്കുന്നവളുടെ അടുത്തേക്ക് വിഘ്നേഷ് ധൃതിയിൽ നടന്നു. രാവിലെ കണ്ട അത്ര ഗൗരവം ഇപ്പോൾ അവൻ്റെ മുഖത്തില്ല. ശാന്തമായ അന്തരീക്ഷവും ശാന്തമായ ഭാവവും. അവൻ പതിയെ അവൾക്ക് എതിർവശമുള്ള സീറ്റിലേക്ക് ഇരുന്നപ്പോൾ അവളും ഒരു നേർത്ത പുഞ്ചിരിയോടെ സീറ്റിലിരുന്നു. അവിടെ നിന്ന് നോക്കിയാൽ ഗ്ലാസ്സിലൂടെ മങ്ങിയ കടലിനെയും തിരമാലകളെയും കാണാം. ശിവാംഗിയപ്പം നാട്ടിലെത്തി. വിഘ്നേഷ് കൈയൊന്ന് ഉയർത്തി കൈമുട്ട് ടേബിളിൽ വെച്ച് മുഷ്ടി ചുരുട്ടി കവളിൽ വെച്ചു. 2 ആഴ്ചയായി ഞാൻ വന്നിട്ട്. വന്നപ്പോഴാണ് ഉണ്ണിമായ്ക്ക് പറ്റിയ ആക്സിഡൻറ്റിനെ പറ്റി അറിഞ്ഞത്. ഇപ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട്? അപ്പോഴേക്കും വെയിറ്റർ പയ്യൻ അവർക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് ചോദിക്കാൻ വന്നു. 2 ലൈറ്റ് ടീ ഓർഡർ കൊടുത്ത് അത് നോട്ട് ചെയ്ത് പയ്യൻ തിരികെ പോയി. ഉണ്ണിമായ്ക്ക് പറ്റിയ ആക്സിഡൻറ്റിനെ പറ്റി മാത്രമേ നീ അറിഞ്ഞുള്ളൂ? വിക്കി എന്ന വിളിപ്പേരുള്ള വിഘ്നേഷ് എന്ന ഞാൻ ഉണ്ണിമായ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് കൂടെ ജീവിക്കുന്ന കാര്യം ആരും പറഞ്ഞില്ലേ? അവൻ്റെ പരിഹാസന രൂപേണയുള്ള ചോദ്യം കേട്ട് അവളുടെ ദേഹം കിടുകിടാ വിറച്ചു. മറുപടിയില്ലാതെ അവൾ തല താഴ്ത്തി. വിഘ്നേഷ് കസേര നീക്കി അവളുടെ തൊട്ടടുത്തേക്ക് നീങ്ങിയിരുന്നു. അവളുടെ താടയിൽ കൈവച്ച് മുഖമുയർത്തി. അവളുടെ മിഴികൾ മാത്രം അവൻ്റെ മുഖത്ത് പരതി. മുൻപൊക്കെ നിന്റെ സാമീപ്യം, സ്നേഹം, എന്നിൽ നിറക്കുന്ന ഊർജം ഒരുപാടായിരുന്നു. നീ എൻ്റെ അരികിലുണ്ടാകുന്ന ദിവസം എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു. എന്നാൽ ഇന്ന് നിന്നെ കാണുമ്പോൾ, നീ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ളപ്പോൾ എനിക്കൊന്നും തോന്നുന്നില്ല. സമുദ്ര ശിവാംഗി എന്നവളുടെ ഒരു ശേഷിപ്പും എന്നിൽ ബാക്കിയില്ല. എൻ്റെ മനസ്സിൽ നിന്റെ ഓർമ്മകൾ തീർത്തും ശൂന്യമാണ്. വിഘ്നേഷിൻ്റെ മനസ്സിൻ്റെ സിംഹാസനം
ഉണ്ണിമായ എന്ന ഒരുവൾ കീഴടക്കി. നീ എനിക്ക് മുമ്പിൽ വലിച്ചെറിഞ്ഞു പോയ ഉണ്ണിമായ. വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ അവൻ്റെ ഉള്ളിലെ തിരയൊടുങ്ങി. നീ എന്നെ സ്നേഹിക്കണമെന്ന് പറയാനല്ല ഞാൻ വന്നത്. ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കുകയുമില്ല. എനിക്ക് പറയാനുള്ളത് വിക്കി കേൾക്കണം, അത്രമാത്രം. അമേരിക്കയിലെ പ്രശസ്തമായ ഒരു മോഡലിംഗ് കോളേജിൽ പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. പ്രശസ്തരായ പല ആക്ടേഴ്സും മോഡൽസും പഠിച്ചിറങ്ങിയ കോളേജാണത്. കേരളത്തിൽ വളരെ കുറച്ച് പേർക്ക് മാത്രം കിട്ടിയിട്ടുള്ള ഭാഗ്യം. പക്ഷേ വിദ്യാർത്ഥി സിംഗിളായിരിക്കണമെന്ന് കർശനമായ നിബന്ധനയുണ്ടായിരുന്നു. ഒന്നിനു വേണ്ടിയും എനിക്ക് എൻ്റെ പാഷൻ ഉപേക്ഷിക്കാൻ മനസ്സ് തയ്യാറായില്ല. ഞാൻ എന്ത് പറഞ്ഞാലും വിക്കി അതൊന്നും ചെവി കൊള്ളില്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ആ ഒരവസരത്തിൽ ഞാൻ എൻ്റെ മാത്രം ഉയർച്ച നോക്കി വിക്കിയെ എന്നിൽ നിന്നും പറിച്ചു മാറ്റാൻ ഉണ്ണിമായയുമായി വിക്കിക്ക് ബന്ധമുണ്ടെന്ന് സ്ഥാപിച്ചു. ഞാൻ എൻ്റെ മനസ്സിനെ കൂടെ നിർത്തി. അങ്ങനെ ഞാൻ കണ്ട സ്വപ്ന ലോകത്തേക്ക് പറന്നു. അവിടെ ചെന്നതും കാര്യങ്ങൾ ഓരോന്നും സംഭവിച്ചത് ഞാൻ കണക്ക് കൂട്ടിയതുപോലെ ആയിരുന്നില്ല. പുറം രാജ്യത്ത് നിന്ന് വന്ന, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളോട് പല രീതിയിലുള്ള വേർതിരിവുകൾ കാണിച്ചു. അതിന് ചുക്കാൻ പിടിക്കാൻ കോളേജ് അധികൃതരും. ഹോസ്റ്റൽ തൊട്ട് കോളേജ് വരെ ആ വേർതിരിവ് അനുഭവിച്ചു മടുത്തു. കോളേജിൽ മോക്ക് ഫാഷൻ കോമ്പറ്റീഷൻ വരുമ്പോൾ പോലും അതിൽ സമുദ്ര ശിവാംഗി പങ്കെടുക്കാതിരിക്കാൻ ശത്രുപക്ഷക്കാർ രഹസ്യമായി പ്രവർത്തിച്ചു. കൊടിയ മാനസിക പീഡനം ഒടുവിൽ ശാരീരിക പീഡനമാവാൻ തുടങ്ങിയതും ഞാൻ പലതവണ പ്രിൻസിപ്പാളിന് പരാതിപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ ദയയുടെ ഒരു ചെറുകണിക കണ്ട സുഹൃത്തിൻ്റെ സഹായത്തോടെ ഞാൻ നാട്ടിൽ തിരിച്ചെത്തി. അല്ല, രക്ഷപ്പെട്ടോടി. കൈകൾ രണ്ടും കെട്ടി സമുദ്ര അടിച്ചുയരുന്ന തിരമാലകളെ നോക്കി നിന്നു. എനിക്കറിയാം വിക്കി, നിന്റെ മനസ്സൊന്ന് നല്ലോണം വേദനിച്ചുവെന്ന്. അപമാനഭാരത്താൽ മറ്റുള്ളവർക്ക് മുമ്പിൽ തല കുനിച്ചു നിന്നെന്ന്. അതിനൊക്കെയുള്ള ശിക്ഷ വേണ്ടുവോളം ഞാൻ അനുഭവിച്ചു. പോയതിനേക്കാൾ വേഗത്തിൽ തിരിച്ചു പോരേണ്ടി വന്നു. കടലിൽ നിന്നും അടിച്ചു വരുന്ന ഇളംകാറ്റിൽ സമുദ്രയുടെ മുടിയും കുർത്തിയും പതിയെ പാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു സംഭവം കൂടെ നടന്നു. എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. മുമ്പ് ഞാൻ ഇവിടെ വർക്ക് ചെയ്ത കമ്പനിയിലെ MD ആണ് വരൻ. പക്ഷേ കാര്യങ്ങൾ ഇത്രയൊക്കെ എത്തിയിട്ടും ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഇനിയും പിഴവുകൾ താണ്ടാൻ എനിക്കാവില്ല. വിക്കിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലേ? നിന്റെ ശാപം കൊണ്ട് ജീവിതം എനിക്കൊരു വെല്ലുവിളിയാണ്. കൈകൾ പിണച്ചുകൊണ്ടവൾ അവനെ തിരിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടം അപ്പോഴും ആർത്തിരമ്പുന്ന തിരമാലകൾക്ക് നേരെയായിരുന്നു. അന്ന് നീ തകർത്തെറിഞ്ഞത് എൻ്റെ സ്വപ്നങ്ങളെ മാത്രമായിരുന്നില്ല ശിവാംഗി, എൻ്റെ വിശ്വാസത്തെ കൂടിയായിരുന്നു. നിന്നിലുള്ള എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു കനലിൽ എന്നെ തള്ളിയിട്ട് ഓടിപ്പോകാൻ നിൻ്റെ മനസ്സ് അനുവദിക്കില്ലെന്ന് ഞാൻ വെറുതെ വിശ്വസിച്ചു. മറ്റുള്ളവർക്ക് മുമ്പിൽ കോമാളിയായി തല കുമ്പിട്ട് നിൽക്കുമ്പോഴും ഞാൻ നിന്നെ വെറുത്തില്ല. തെറ്റുകൾ നിന്റെ തലയിൽ പഴി ചാരിയില്ല. എൻ്റെ ആകുലതയും വിഷമവും നിസ്സഹായയായ ആ പെൺകുട്ടിയെ ഓർത്തായിരുന്നു. എനിക്കു വേണ്ടി ജീവിതം വെറുതെ ത്യജിക്കുന്ന അവളുടെ ഭാവി ഓർത്തായിരുന്നു. ഇന്ന് എന്നെ ജീവിപ്പിക്കുന്ന ശക്തി അവളാണ്. പ്രത്യക്ഷത്താൽ അല്ലേലും ഉണ്ണിമായ എൻ്റെ ജീവിതത്തിലേക്ക് വരാൻ കാരണക്കാരിയായ ശിവാംഗിയോട് എനിക്ക് വെറുപ്പില്ല. എൻ്റെ ശാപം പിന്തുടരുമെന്ന് ഓർത്ത് താൻ ജീവിക്കാൻ ഭയക്കേണ്ട. ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ. പുതിയ ജീവിതത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. വിഘ്നേഷ് അവളുടെ തോളിൽ തട്ടി പതിയെ പുഞ്ചിരിച്ചു. കൈപ്പത്തികൾ കൂട്ടിപ്പിണച്ചു ചുരുട്ടി അവൾ മിഴിയടച്ചു. അവൻ്റെ മുൻപിൽ മുട്ടുകുത്തി വിതുമ്പിപ്പോയി. ഹാളിലെ ടേബിളിലിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത് എടുത്തു നോക്കിയതും കവിതയാണ്.
ഉണ്ണിമായുടെ കണ്ണുകൾ മിഴിനീരാൽ തിളങ്ങി. അവളെ ഒന്ന് വിളിക്കാനും കുഞ്ഞിൻ്റെ കാര്യങ്ങൾ അറിയാനും പാകപ്പെടാത്ത മനസ്സിനെ ഓർത്ത് അവൾക്ക് കുറ്റബോധം തോന്നി. മനസ്സ് വിങ്ങിപ്പൊട്ടി. ഫോൺ കാതോരം വെച്ചെങ്കിലും ഇരുപുറവും മൗനമായിരുന്നു. കുഞ്ഞെവിടെ കവിതേ? ഒടുക്കം ഉണ്ണിമായ തന്നെ ആ മൗനം ഭേദിച്ചു. മരണത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടോടി പുതുജീവിതത്തിലേക്ക് പിച്ച വെച്ച് കയറിയവളോട് ഈർഷ്യ കാണിക്കാനും മനസ്സ് വന്നില്ല. എന്തൊക്കെയോ ചോദിക്കാനുണ്ടെന്ന തോന്നലിൽ അസ്വസ്ഥതയോടെ അവൾ മിഴികൾ ചിമ്മി. എല്ലാവരും എന്നെ ചതിച്ചു. നിന്റെ കാര്യങ്ങളൊക്കെ എന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഞാൻ അത്രക്ക് അന്യായോ? പറയേണ്ടെന്ന് വിചാരിച്ചതൊക്കെയും പരിഭവങ്ങളായി പുറത്തേക്ക് വന്നു. എല്ലാം കഴിഞ്ഞു പോയില്ലേ? നീ അതൊക്കെ അങ്ങോട്ട് മറന്നേക്ക്. ഓപ്പറേഷൻ ചെയ്തപ്പോൾ നിനക്ക് വേദനിച്ചോ? ഉണ്ണിമായ ആകുലതയോടെ തിരക്കി. ആ, അടിവയറ് കീറി തുന്നിയാലേ നല്ല സുഖ. കെറുവോടെ കവിത ചുണ്ടുകൾ കോട്ടി. എടി, നമ്മുടെ ഇലഞ്ഞിത്തറ തമ്പുരാട്ടി എവിടെ? ഉണ്ണിമായ വാത്സല്യം നിറഞ്ഞ ചോദ്യം അവളുടെ അതരങ്ങളെ വിടർത്തി. ഉറങ്ങുക. കവിത കുഞ്ഞുറങ്ങുന്ന തൊട്ടിലിലേക്കൊന്ന് നോക്കി. നിനക്ക് സുഖാണോടി പെണ്ണേ? ഒരീസം ഞങ്ങൾ അങ്ങോട്ട് വരാം നിന്നെ കാണാൻ. കവിത ബെഡിൽ വന്ന് ചാഞ്ഞിരുന്നു. അത് വേണ്ട. കുഞ്ഞിപ്പെണ്ണിന് നിറയെ ഉടുപ്പും കളിപ്പാട്ടങ്ങളുമായി ഞാനും വിക്കേട്ടനും അങ്ങോട്ട് വരാം. പറ്റിയാൽ അമ്മയെയും കൂട്ടാം. ഉണ്ണിമായുടെ ഉള്ളം ആനന്ദത്താൽ താളം കൊട്ടി. എന്നാൽ നിങ്ങളെല്ലാവരും 28-ന് വാ. ഞങ്ങൾ ക്ഷണിക്കാട്ടോ. ഉണ്ണിമായേ, ആരോ പുറത്ത് വന്നിട്ടുണ്ട്. ഞാൻ വെക്കുവാണേ. കോള് കട്ട് ചെയ്തതും കവിത ഉമ്മറത്തേക്ക് ചെന്നു. പടിവാതിൽക്കൽ ചാരി നിൽക്കുന്ന മേഘനയെ കണ്ടതും അവൾ ശങ്കയോടെ നെറ്റിച്ചുളിച്ചു. കയ്യിൽ വലിയൊരു കവറും പിടിച്ച് വിശ്വനാഥൻ ഇരുവരെയും വാത്സല്യത്തോടെ നോക്കി. ഏട്ടൻ എന്തേ വന്ന കാലിൽ നിൽക്കുന്നേ? അകത്തേക്ക് ഇരിക്കാം. മേഘനയുടെ അടുത്ത് ചെന്ന് നിന്ന് കവിത വിശ്വനാഥനെ ഉള്ളിലെ ഹാളിൽ ഇരുത്തി. വീട്ടുകാരൻ ഒരു അപരിചിതനെ പോലെ ആ ഹാളിലെ കസേരയിൽ അങ്ങനെ ഇരുന്നു. ഏട്ടത്തി വന്നില്ലേ? മേഘനയുടെ ചോദ്യമാണ്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ടയാൾ ഇല്ലെന്ന് തലയാട്ടി. ഞാൻ ഏട്ടന് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. കുഞ്ഞു കരഞ്ഞപ്പോൾ എടുക്കാൻ കവിത പോയതും മേഘന അടുക്കളയിലേക്ക് പോയി. അയാൾ വീടിൻ്റെ മുകളിൽ പതിച്ച ഓടിലേക്ക് നോക്കി കണ്ണൊന്ന് ചുറ്റിച്ചു. ഒരുപാട് ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോയതും മിഴികൾ ഈറനണിഞ്ഞു. മുറ്റത്ത് നിന്ന് കയറി വരുന്ന 2 അനിയന്മാരെ വിശ്വനാഥൻ മിഴികളിൽ നിറച്ചു. ഏട്ടനെപ്പോൾ വന്നു? ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അമ്മയുടെ ആണ്ടുബലിക്കും പോലും വരാത്ത ഏട്ടനോട് യാതൊരുവിധ നീരസവും ഉള്ളിൽ വെക്കാതെ ഭരതൻ തിരക്കി. ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഞാൻ കുഞ്ഞിനെ ഒന്ന് കാണാൻ. അയാൾ അങ്ങേയറ്റം ജാള്യതയോടെ പറഞ്ഞു. കവിത കുഞ്ഞിനെ എടുത്തു വിശ്വനാഥൻ്റെ മടിയിൽ കിടത്തി. പല്ലില്ലാ മോണ കാട്ടി വാ തുറന്നു കാണിക്കുന്ന ആ കുരുന്നിൻ്റെ മുഖം അയാൾ വാത്സല്യത്തോടെ തലോടി. പിടയുന്ന നെഞ്ചോടെ അയാളുടെ കരങ്ങൾ വിറച്ചു. വിശ്വനാഥൻ കൊണ്ടുവന്ന കുഞ്ഞുടുപ്പുകൾ അടങ്ങിയ പെട്ടി കവിതയുടെ കയ്യിൽ കൊടുത്ത് അയാൾ എഴുന്നേൽക്കാൻ തുനിഞ്ഞതും ഭരതൻ കുഞ്ഞിനെ എടുത്ത് തോളിൽ വെച്ചു. സ്കൂൾ വിട്ട് വന്ന കേദാറും വല്യച്ഛനെ മീച്ചു നോക്കി. മേഘന കൊണ്ടുവന്ന ചായ കുടിക്കാതെ പുറപ്പെടാൻ ഒരുങ്ങുന്ന വിശ്വനാഥനെ അവർ നിർബന്ധിച്ചു ചായ കുടിപ്പിച്ചു. ഏട്ടൻ ഇനി വരുമ്പോൾ ഏട്ടത്തിയെ മക്കളെയും കൊണ്ടുവരണം. ഇറങ്ങാൻ നേരം ഭരതൻ ഓർമ്മിപ്പിച്ചു. നിങ്ങളുടെ ഏട്ടൻ ഒരു വിഡ്ഢിയായിപ്പോയി. ഭാര്യയുടെ വാക്കും കേട്ട് അവൾക്കൊപ്പം അവൾ പറയുന്നിടത്തേക്ക് താമസം മാറി. അവളും അവളുടെ കുടുംബവും ഭരിക്കുന്ന വീട്ടിൽ നാവില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വന്നു. ഇനി തിരുത്താൻ കഴിയില്ല. പോകുന്നതിന് മുമ്പ് തനിക്ക് പിൻപിൽ മൗനമായി നിൽക്കുന്നവരെ ഒന്നുകൂടെ നോക്കിക്കൊണ്ട് വിശ്വനാഥൻ നടന്നകന്നു. അലക്കിക്കൊണ്ടുവച്ച വിഘ്നേഷിൻ്റെ വസ്ത്രങ്ങൾ ഓരോന്നായി വൃത്തിയിൽ മടക്കി ഉണ്ണിമായ അവരുടെ മുറിയിലെ കബോർഡിൽ നിരത്തിവെച്ചു. അട്ടിയട്ടിയായി നല്ല ഒതുക്കത്തിലിരിക്കുന്ന വസ്ത്രങ്ങൾ നോക്കി നിർവൃതി അണഞ്ഞു. വിക്കി അവളോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ലടാ. എപ്പം നോക്കിയാലും ജോലി തന്നെ. എന്ത് റെസ്റ്റ്? ഇങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു. വിഘ്നേഷ് കാറിൽ നിന്ന് ഇറങ്ങി ചെരുപ്പഴിച്ച് ഉമ്മറത്തേക്ക് കയറുമ്പോഴേ സുബ്ബലക്ഷ്മി മുമ്പിൽ വന്ന് നിന്ന് പരിഭവക്കെട്ടഴിച്ചു. അവൾക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മ. അമ്മ അവളിങ്ങനെ രോഗിയായി കാണല്ലേ. സുബ്ബലക്ഷ്മിയുടെ തോളിൽ പിടിച്ചു കുലുക്കി നെറുകയിൽ ചുണ്ടൊന്നമർത്തി
അവൻ മുകളിലേക്ക് കയറിപ്പോയി. ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിക്കുകയായിരുന്നു ഉണ്ണിമായ. തനിക്കൊന്ന് ചുമ്മാ ഇരുന്നൂടെ? താഴെ അമ്മ നീ റെസ്റ്റ് എടുക്കുന്നില്ലെന്നും പറഞ്ഞ് ബഹളമാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി ജോലികളൊക്കെ അവിടെ ഇട്ട് വേഗം റെഡിയായിക്കേ. അവളുടെ ഇരു കരങ്ങളും വലിച്ചു പിടിച്ചു അവനിലേക്ക് വലിച്ചു. അവളുടെ പിറകിൽ കൈവെള്ളമർത്തി അവൻ്റെ നെഞ്ചിലേക്ക് നിർത്തി. എങ്ങോട്ടാ? ഉണ്ണിമായ ആകാംക്ഷയോടെ ചോദിച്ചു. എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഈ ഭൂമിയുടെ അങ്ങേ അറ്റത്ത് വേണമെങ്കിലും പോകാം. അവളുടെ മുഖത്തേക്ക് വന്ന ചെറുമുടിയിഴകൾ അവൻ പതിയെ മാറ്റി അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. തുടരും. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ കൂട്ടുകാരെ? എന്തെങ്കിലും ഒരു കാലത്ത് സമുദ്ര ശിവാങ്കി തിരികെ വരികയാണെങ്കിൽ വിഘ്നേഷ് അവളോട് പറയേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവൻ പറഞ്ഞു. അവൻ്റെ മനസ്സിൽ മുന്നേ കൂട്ടി വെച്ചതായിരുന്നോ അത് ആ നിമിഷം വന്നതാണോ അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഈ ഒരു കൂടിക്കാഴ്ച അവൻ്റെ മനസ്സിൽ എപ്പോഴോ ഉണ്ടാവുമായിരിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞ ആ ഡയലോഗ് ഓക്കെ ആണോ? അതുതന്നെയായിരുന്നു അവൾക്ക് വേണ്ട മറുപടി? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, താങ്ക് യു.